നമ്മുടെ മുറ്റത്തെ മാവിൻ്റെ ഇല കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയതാണ് നമ്മളുടെ ഈ മാവല. മാവല നിസ്സാരക്കാരനല്ല, മാങ്ങ മാത്രമല്ല, നമ്മൾക്ക് മാവിലയും കൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. നമ്മളുടെ പൂർവികരൊക്കെ ഇതുകൊണ്ടാണ് പല്ല് തേച്ചിരുന്നത്. അവരുടെ പല്ലൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു. പല്ലിന് കേടും മോണയ്ക്ക് കേടും ഒന്നും ഇല്ലായിരുന്നു പണ്ടത്തെ ആൾക്കാർക്കൊക്കെ, അല്ലേ? നമ്മളിപ്പോൾ ഈ കെമിക്കലുള്ള പേസ്റ്റൊക്കെ ഇട്ട് തേക്കുന്നത് കൊണ്ട് നമ്മളുടെ പല്ലിനും കേടാണ്, മോണയ്ക്കും കേടാണ്, അല്ലേ? ഞാൻ അതിനായിട്ട് നമ്മൾക്ക് ഇത്രയും ഗുണമുള്ള ആ മാവില കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു 5-6 മാവല മുറ്റത്തുനിന്ന് മാവയിൽ നിന്ന് പറിച്ചെടുത്തു. അത് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് നുറുക്കിയെടുത്തു. എന്തോരം മാവിലയാണ് നമ്മളുടെ വെറുതെ പോകുന്നത്, അല്ലേ? നമ്മളത് വെറുതെ ചവറായിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 3/4 ടീസ്പൂണോളം പെരുംജീരകവും 1/2 ടീസ്പൂണോളം കുരുമുളകും അതുപോലെ ഒരു 4 ഗ്രാമ്പും അതും കൂടി ഇട്ട് കൊടുത്തു ആ ജാറിലേക്ക്. ഇനി നമുക്കൊന്നത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നേക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടും. ഇനി നമ്മൾക്ക് ഒന്ന് അരിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കളയണം. അതിനായിട്ട് തന്നെ ഞാനൊരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു അരിപ്പ വെച്ചു. അരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ അരിച്ച് വീഴുന്ന ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് അരിപ്പ ഇതുപോലെ വെച്ചിട്ട് നമ്മൾക്ക് അതൊന്ന് അരിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് അമർത്തി അതിൻ്റെ ജ്യൂസ് മുഴുവൻ എടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിൻ്റെ ജ്യൂസ് മുഴുവൻ പോരുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക്. ഇനി അതിൻ്റെ നന്നായിട്ട് ഇളക്കി നമ്മളുടെ ആ മൈദയൊക്കെ ഒന്ന് ആ ജ്യൂസിൽ ഉടഞ്ഞു ചേരണം. കട്ടകളൊക്കെ ഇല്ലാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി ആ മൈദയൊക്കെ ഒന്ന് ആ ജ്യൂസിൽ ലയിപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഈ രീതിയിൽ വേണം. ഇത്രയും വെള്ളം മതി, കൂടുതൽ വെള്ളം ആകരുത്. ഇനി നമ്മൾക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പയിലേക്ക് വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. അത് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മുടെ ഈ മാവില വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വായ്നാറ്റം, ഒരു പരിധി വരെ വായ്നാറ്റം മാറ്റാൻ ഒത്തിരി നല്ലതാണ് ഈ മാവിൻ്റെ ഇലയ്ക്ക്. അതിനുള്ള ഒത്തിരി ഗുണമുണ്ട്. അതുപോലെ തന്നെ വായ്നാറ്റം മാറാനും അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ വായുകളിലെ വായ്പുണ്ണൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ, അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് നമ്മളുടെ വായിൽ കൊള്ളുന്നത്. അതുപോലെ ഇതുകൊണ്ട് പല്ല് തേച്ചാൽ പല്ല് വെട്ടിത്തിളങ്ങും, അല്ലേ? നല്ല കളറായിരിക്കും. നമ്മൾ പേസ്റ്റ് ഇട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലവരുടെയൊക്കെ പല്ലിന് കളറ് കുറയുമല്ലോ നമ്മളുടെയൊക്കെ. അപ്പോൾ ആ ഒരു ഇത് മാവിലയാണെങ്കിൽ നല്ല കളറ് വരും. അതുപോലെ തന്നെ മാവിലയിട്ട് വെള്ളം തിളപ്പിച്ച് വായിക്കൊണ്ടാൽ നല്ലൊരു മൗത്ത് വാഷായിട്ട് മാറുന്നു. ഒത്തിരി ഗുണമുള്ളതാണ് നമ്മളുടെ മുറ്റത്ത് നിൽക്കുന്ന നമ്മൾ വെറുതെ കളയുന്ന മാവിലയ്ക്ക്. നമ്മൾ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലെടുക്കണം. നമ്മൾ പേസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം മുഴുവൻ വറ്റി ആ മാവിലയുടെ ആ ജ്യൂസ് അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി മൈദയായിട്ട് ചേർന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കെടുക്കാം. ഉണ്ടോ? ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നമ്മൾക്ക് ഈ ഒരു രൂപത്തിൽ ഉണ്ട്. ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മളുടെ പേസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. അതൊന്ന് ആറി വരട്ടെ. ഇപ്പം നമ്മളുടെ പേസ്റ്റ് ആറിയിട്ടുണ്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ ഒരു കുപ്പിയിലാക്കി അടച്ച് വെച്ചിട്ട് നമ്മൾക്ക് പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷിലെടുത്ത് നമ്മൾക്ക് തേക്കാവുന്നതാണ്. അല്ല എങ്കിൽ ഇതുപോലെ ഒരു കാലി പേസ്റ്റ് തീർന്ന ഒരു പേസ്റ്റിൻ്റെ കവറെടുത്ത് ഇതുപോലെ ഒന്ന് അതിൻ്റെ മൂട് ഭാഗം ഇതുപോലെ ഒന്ന് കുറച്ച് മുറിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഈ പേസ്റ്റ് ഇതുപോലെ അങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ. അല്ല എങ്കിൽ നമ്മൾക്ക് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് ഇത് തേപ്പിക്കാനായിട്ട് ഒരു കെമിക്കലും ഇല്ല. നമ്മളുടെ ഉള്ളിലെ കുറച്ച് പോയാലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും പേസ്റ്റൊക്കെ അങ്ങ് ഉള്ളിലേക്കാണ് പോകുന്നതല്ലേ. അപ്പോൾ ഇതാകുമ്പം മാവിലയാണല്ലോ, വേറെ ദോഷമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ തേപ്പിക്കാനും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ പല്ലിന് കേടില്ലാതിരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ ആ അടിഭാഗം കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കോളും. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ പേസ്റ്റ് കവറിനുള്ളിലായി. ഇനി ഇതുപോലെ നമുക്ക് പല്ല് തേക്കാൻ നേരത്തെ ബ്രഷിലേക്ക് ഇതുപോലെ എടുത്ത് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ എടുത്ത് കൊടുത്ത് മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലെ എടുത്ത് തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കണം.